ലാസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നതാണ് ദ പവർ ഓഫ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇൻ ഡിജിറ്റൽ ഏജ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്. അതായത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരെ വെച്ചിട്ട് ബ്രാൻഡുകൾ എന്ത് ചെയ്യും, അവരുടെ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം നമ്മുടെ യൂട്യൂബിലും അതൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഇറക്കുന്ന കൂട്ടത്തിൽ ഇപ്പം നിങ്ങൾ യൂട്യൂബ് വീഡിയോ ഒന്നെങ്കിൽ കാണുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഈ ഒരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓരോ ബ്രാൻഡുകൾ ടാഗ് ചെയ്ത് സ്ക്രീനിലിടാൻ പറ്റും. നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിലും കാണുന്നവരാണെന്നുണ്ടെങ്കിലും ആ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഈ പ്രോഡക്ട്സ് ടാഗ് ചെയ്തിട്ടേക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ലിങ്ക് ക്ലിക്ക് ചെയ്യും അല്ലേ. അപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ ആ ഒരു പവറിനെ കുറിച്ചാണ്, ഡിജിറ്റൽ ഏജിൽ അവരുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇപ്പോൾ ഡിജിറ്റൽ ഏജിലാണ് ഒരു പവർഫുൾ ടൂളായിട്ട് മാറിയത്. അതായത് ബ്രാൻഡ്സ് എന്ത് ചെയ്യും, ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് വഴിയാണ്. ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാൻഡുകളെ കൺസ്യൂമേഴ്സുമായിട്ട്, അതായത് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യും. അവരുടെ ആ ഒരു ഇത് വെച്ചിട്ട് ഒരു ഒരു ട്രസ്റ്റ് വെച്ചിട്ട്. അപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് വെച്ചൊരു സ്ട്രാറ്റജിയാണ്. ബ്രാൻഡ്സ് ഇൻഡിവിജ്വൽസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു. അതായത് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് സോഷ്യൽ മീഡിയ ഫോളോയിങ്സ് ഉള്ള ഇൻഡിവിജ്വൽസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ബ്രാൻഡ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ പ്രോഡക്ട്സ് ഇറക്കുന്നു. അപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ചെയ്യും, പ്രോഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ഓഡിയൻസിനെ, അതായത് അവരുടെ കോണ്ടൻറ്റ് ക്രിയേഷൻ വഴി ഓഡിയൻസുമായിട്ട് ഇതിനെ വെച്ച് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇൻഫ്ലുവൻസറിൻ്റെ എബിലിറ്റി പോലെ ഇരിക്കും, അയാളുടെ ഒപ്പീനിയനും ഇൻഫ്ലുവൻസും പോലെ ഇരിക്കും എന്ത് ചെയ്യുന്നത്, ആളുകൾ ഇത് പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ അയാൾ പറയുന്നത് നമ്മൾ എന്തായാലും അങ്ങ് മേടിക്കും അല്ലേ. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം ഓരോ ദിവസവും ഓരോ പ്രോഡക്റ്റ്സ് ഇറക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾ അതായത് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു ക്രീം യൂസ് ചെയ്ത് എനിക്ക് പെട്ടെന്ന് അങ്ങ് മാറ്റം ഉണ്ടായി, രണ്ടാമത്തെ ദിവസം ഇതേപോലെ തന്നെ മറ്റൊരു ക്രീം ഇറക്കിയിട്ട് അത് കൊള്ളാമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതാണ് കൊള്ളാവുന്നതെന്ന് ആളുകളുടെ മനസ്സിലൊരിത് വരും. ഇപ്പോൾ ചിലരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചിലർ 2 ആഴ്ച 1 മാസമൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവർ പറയുന്ന റിവ്യൂ ഉണ്ട്, അങ്ങനെയും ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് ഓഡിയൻസിനൊരു വിശ്വാസം വേണം, ഇയാൾ പറയുന്ന പ്രൊഡക്റ്റ് വാങ്ങിയാൽ കൊള്ളാവോ എന്നുള്ളത്. അത് അയാളുടെ ഒപ്പീനിയനും അയാളുടെ ബിഹേവിയറും പോലെ ഇരിക്കും അല്ലേ. ഇനി ടൈപ്സ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. മെഗാ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അതായത് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവർക്കാണെങ്കിൽ വൈഡ് വിസിബിലിറ്റി ആയിരിക്കും അവരൊരു പ്രോഡക്റ്റ് എൻഡോസ് ചെയ്യുവാണെങ്കിൽ. മാക്രോ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ആയിരിക്കും, ഇൻഡസ്ട്രി എക്സ്പേർട്ട് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ്, അത് ലാർജ് ഓഡിയൻസ് ആയിരിക്കും പക്ഷേ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കും. മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, സ്മോളർ ആയിരിക്കും പക്ഷേ ഹൈലി എൻഗേജ്ഡ് കമ്മ്യൂണിറ്റീസ് ആയിരിക്കും. അവരുടെ ഫോളോവേഴ്സുമായിട്ട് ഇവർ ഭയങ്കര അതായത് ഒരു ട്രസ്റ്റ് കാണും. പിന്നെ വരുന്നത് നാനോ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, വെരി സ്മോൾ ഓഡിയൻസ് ആയിരിക്കും. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി പേഴ്സണൽ ആൻഡ് ഒതൻറ്റിക് കണക്ഷൻസ് ആയിരിക്കും. ഓരോ ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് നമുക്ക് ചുറ്റിനും. ഇനി ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഈ ബ്രാൻഡും കൺസ്യൂമേഴ്സും തമ്മിലുള്ളൊരു ബ്രിഡ്ജാണ് ഇൻഫ്ലുവൻസേഴ്സ്. അവരാണ് ഇടയ്ക്ക് നിൽക്കുന്ന ആളുകൾ. ഇപ്പോൾ ട്രഡീഷണൽ അഡ്വർടൈസ്മെൻറ്റുകൾ എന്ന് വെച്ചാൽ നമ്മൾ TV കണ്ട് നമ്മളത് വാങ്ങിക്കുന്നു, അത്രയേ ഉള്ളൂ അല്ലേ. അതാണ് ഒരു നാച്ചുറൽ ആയിട്ടുള്ളത്. അതിനകത്ത് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. നമ്മൾ TV കണ്ടങ്ങ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ഒന്നും അറിയുന്നില്ല. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവരത് ടെസ്റ്റ് ചെയ്ത് നോക്കി അവരത് മുഖത്തിട്ട് കാണിക്കുമ്പോൾ നമുക്കൊരു ഓക്കെ ഇത് മേടിക്കാം, കൊള്ളാമല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പം വൈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഡിജിറ്റൽ ഏജിൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റിലൂടെയാണ് ഇവർ സക്സസ്ഫുൾ ആവുന്നത്. കൺസ്യൂമേഴ്സ് റിയൽ എക്സ്പീരിയൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ സ്ക്രിപ്റ്റിനനുസരിച്ചല്ലേ അവർ ആക്ട് ചെയ്യുന്നത്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവരെന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വെച്ചാൽ ഒരു റിയലായിട്ട് അവരത് മുഖത്തിട്ട് കാണിച്ചു തരുമ്പോൾ അതിനനുസരിച്ച് അവരുടെ മുഖത്തിന് മാറ്റം വരുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ് അല്ലേ. അപ്പോൾ ജെന്യുവലി സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രോഡക്റ്റൊക്കെ ആണെങ്കിൽ അവർ കുറച്ചും കൂടി സ്ട്രോങ്ങർ ഇമോഷണൽ ഇമ്പാക്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാക്കും. അതൊരു സോഷ്യൽ പ്രൂഫ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരാളുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് നമ്മളത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അതുപോലെ തന്നെ എന്താണ്, ഇൻഫ്ലുവൻസേഴ്സിന് ലാർജ് ഓഡിയൻസിനെ പെട്ടെന്ന് റീച്ച് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതായത് അവരുടെ കോണ്ടൻറ്റ് പെട്ടെന്ന് സ്പ്രെഡ് ആവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സിന് മാർക്കറ്റിംഗ് കുറച്ചും കൂടി എളുപ്പമാണ് അഡ്വർടൈസ്മെൻറ്റ്സിനെക്കാട്ടിൽ. എല്ലാവരും ഇപ്പോൾ TV കാണണമെന്നൊന്നുമില്ല. ഈ ഡിജിറ്റൽ ഏജിൽ TV കാണുന്നവർ പിള്ളേർ കുറവായിരിക്കും, അല്ലെങ്കിൽ ആളുകൾ കുറവായിരിക്കും. മിക്കവാറും 90% ഉള്ളവർ ഫോണിലായിരിക്കും എല്ലാം കാണുന്നത്. സോ ഇൻഫ്ലുവൻസേഴ്സിന് അപ്പോൾ ഭയങ്കര കുറച്ചും കൂടി എന്താണ് എളുപ്പമാണ്. അപ്പം കീ ബെനിഫിറ്റ്സ് എന്താണ് ബ്രാൻഡിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്,
ബ്രാൻഡ് അവെയർനെസ് ഇൻക്രീസ്ഡ് ആവുന്നുണ്ട്, ഓഡിയൻസ് എൻഗേജ്മെൻറ്റ് കിട്ടുന്നുണ്ട്, പിന്നെന്താണ് ബെറ്റർ ടാർഗറ്റിംഗ്, കസ്റ്റമർ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന് സ്പെസിഫിക് ആണെന്ന് ഈ ഇൻഫ്ലുവൻസേഴ്സിന് കറക്റ്റായിട്ട് അറിയാം. മിക്കവാറുള്ള ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ബ്യൂട്ടി വ്ളോഗേഴ്സിനെയൊക്കെ ഫോളോ ചെയ്യുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരാണ്. ടീനേജ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് ആളുകൾ, അല്ലേ? സോ ഇൻഫ്ലുവൻസേഴ്സാണ് ബ്രാൻഡുകളെ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ സെലക്ട് ചെയ്യുക, ഒതൻറ്റിക് റിലേഷൻഷിപ്പ് ഉള്ളവരെ മാത്രം നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. പിന്നെ അപ്പം ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇത് മാത്രം നോക്കുകയും ചെയ്യരുത്. എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു എൻഗേജ്മെൻറ്റ് റേറ്റ്, ഇവരുമായിട്ടുള്ളൊരു എൻഗേജ്മെൻറ്റ് റേറ്റ്, റീച്ച്, അതെല്ലാം നമ്മൾ മെഷർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതൊക്കെ ബ്രാൻഡുകളെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാൻ. ഓക്കെ. പിന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിലെ റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈക്രോ ആൻഡ് നാനോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഗ്രോത്ത്. കുറച്ച് ആളുകളെ കാണത്തുള്ളൂ ഫോളോവേഴ്സ്, പക്ഷേ അവർ ഭയങ്കര ഹൈ ആയി, അത് വെച്ചാൽ ഭയങ്കര ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള എന്താണ് ഫോളോവേഴ്സ് ആയിരിക്കും. വീഡിയോ കോണ്ടൻറ്റും ലൈവ് സ്ട്രീമിങ്ങും ഒക്കെ ഇപ്പോൾ ഭയങ്കര കൂടുതലാണ്. ലോങ് ടേം ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ പാർട്ട്ണർഷിപ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിനെ അവർ വർഷങ്ങളോളം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫ്ലുവൻസേഴ്സും കാണും. പിന്നെ AI വിർച്വൽ വേൾഡൊക്കെ വന്നതുകൊണ്ട് അതും ഇവർക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ട്രെൻഡുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കണ്ടിന്യൂസ്ലി ഇവോൾവ് ആയിക്കൊണ്ട് ഇരിക്കുകയാണ്.